ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് IBPSൽ നിന്നാണ് മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ വിളിച്ചിരിക്കുന്നത് ഡിവിഷൻ ഹെഡ് ഫിനാൻഷ്യൽ ആൻഡ് അലൈഡ് സർവീസസ്, അതുപോലെ ഡിവിഷൻ ഹെഡ് ടെക്നോളജി ആൻഡ് സപ്പോർട്ട് സർവീസസ്, ബാങ്കർ ഫാക്കൽറ്റി ആൻഡ് ബാങ്കർ ഫാക്കൽറ്റി ടെക്നിക്കൽ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓരോ വേക്കൻസി വെച്ചാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക. അതോടൊപ്പം ഇവർ പറയുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് എക്സാം ഇല്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ് ഉള്ളത്. ഇനി പോസ്റ്റിംഗ് വരുന്നത് IBPS മുംബൈയിലേക്കാണ് പോസ്റ്റിംഗ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 1/7/2025 മുതൽ 15/7/2025 വരെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണെന്നും പറയുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് ഒക്കെ നോക്കാം. ക്വാളിഫിക്കേഷൻ ആദ്യം വിളിച്ചിരുന്ന ഡിവിഷൻ ഹെഡ് ഫിനാൻഷ്യൽ ആൻഡ് അലൈഡ് സർവീസസ്, കോൺട്രാക്ട് ബേസിസിലാണ് ഉത്തരിക്കുക. 50 വയസ്സാണ് മിനിമം ഏജ് ലിമിറ്റ് പറയുന്നത്. 61 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് 2/7/1964 1/7/1975 ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കണം, ഇൻ കൊമേഴ്സിൽ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് എക്സ്പീരിയൻസ് 20 മുതൽ 25 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഈ അക്കൗണ്ട്സ്, ടാക്സേഷൻ, ഇന്റേണൽ ഓഡിറ്റ്, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, റിക്കവറി, ഇൻവെസ്റ്റ്മെന്റ്, പർച്ചേസ് എക്സെട്ര ഇതിലൊക്കെ. സോ പിന്നീട് വിളിച്ചിരുന്നത് ഡിവിഷൻ ഹെഡ് ടെക്നോളജി സപ്പോർട്ട് സർവീസസിലാണ്. 1964 1975 ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ബാച്ചിലർ ഓർ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ. മിനിമം 20 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന ബാങ്കർ ഫാക്കൽറ്റി കോൺട്രാക്ട് ബേസിസിൽ 50 ഇയേഴ്സ് ആണ് മിനിമം ഏജ് ലിമിറ്റ്, മാക്സിമം 61 വയസ്സ് വരെയാണ്. ഇനി ഇവിടെയും പറയുന്നത് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ പ്രത്യേകിച്ചായിട്ടൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്നതിലായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പറയുന്നുണ്ട്. പിന്നെ വിളിച്ചിരിക്കുന്നത് ബാങ്കർ ഫാക്കൽറ്റി ടെക്നിക്കലാണ്. സോ സെയിം ഏജ് ലിമിറ്റ് ആണ് പറയുന്നത്. BA BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഓൾസോ പിന്നെ ഇവിടെ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. സോ ഇതാണ് ഇത്രയും പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ സാലറി ഒക്കെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 28.15 lakh ആണ് നിങ്ങൾക്ക് പെർ മന്ത് കിട്ടുന്ന സാലറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിപ്പോൾ സെലക്ഷൻ പ്രോസസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. സെലക്ഷൻ പ്രോസസ് നിങ്ങൾക്ക് അവരാദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ ബേസിസിലാണ് വിളിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 1/7/2025 15/7/2025 മുന്നേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. സോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരുടെ സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ IBPSൽ നിന്നാണ്. IBPSൽ നിന്ന് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഡിവിഷൻ ഹെഡ് സർവീസസ്, അതുപോലെ ടെക്നോളജി സപ്പോർട്ട് സർവീസസ്, ബാങ്കർ ഫാക്കൽറ്റി ടെക്നിക്കൽ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക് യു.